ഈ ഇറാൻ US ഈ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇപ്പോൾ അവസാനം നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ അറിയുന്നത് ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചു എന്നാണ്. അങ്ങനെ ഇസ്രായേലിനെ US പ്രസിഡന്റ് അവർ ഫോൺ സംഭാഷണത്തിലൂടെ വിരട്ടി നെതന്യാഹുവിനെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കൈവിട്ടുപോയി, വിളിച്ചു. അതെ, കൈവിട്ടുപോയി. അദ്ദേഹം ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങി. ഇപ്പം അദ്ദേഹം പുലിവാല് പിടിച്ച രീതിയിലാണ്, അമേരിക്ക പുലിവാല് പിടിച്ച രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ സംഭവം പുലിവാല് പിടിച്ച രീതിയിൽ അമേരിക്ക നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് രാജ്യത്തിനകത്ത് തന്നെ ഇദ്ദേഹത്തിനെതിരെ, അതായത് പ്രസിഡന്റിനെതിരെ, US പ്രസിഡന്റിനെതിരെ ചില നീക്കങ്ങൾ നടന്നതായി ഡെമോക്രാറ്റുകൾ, റിപ്പബ്ലിക്, ഇപ്പോൾ ഇദ്ദേഹം റിപ്പബ്ലിക് പാർട്ടിയുടെ ആളാണല്ലോ, റിപ്പബ്ലിക് പാർട്ടിയിലുള്ളവർ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്നൊക്കെ പറയും. എന്താണ് അതിന്റെ ഒരു വിശദീകരണം? അതിൽ നമ്മൾ പൊതുവെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, പുറത്ത് പരത്തി പറയുമ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് തോന്നും. കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുന്നു. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഒരു ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി പ്രതിനിധികൾ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇവിടെ. കൂറുമാറ്റ നിരോധന നിയമം അതേപോലുള്ള കോടാലികളൊക്കെ വരും. ചിലപ്പോ അവർക്കെതിരെ പാർട്ടി നടപടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അമേരിക്കയിൽ അതൊന്നൊരു വിഷയമല്ല. അമേരിക്കയിൽ അങ്ങനെ സ്വതന്ത്രമായി വോട്ട് ചെയ്യാനും അവർക്ക് അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ വലിയ വാർത്തയുമാണ്. അപ്പൊ ഇതുകൊണ്ട് ട്രംപിന് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും പറ്റില്ല. കാര്യം ഈ വോട്ടെടുപ്പ് നടന്നേക്കുന്നത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ ഇടയിലാണ്. അതായത് അമേരിക്കൻ ആ ഭരണസമിതി ഉണ്ടല്ലോ, നമുക്കിപ്പോ നമ്മുടെ രാജ്യത്ത് ലോക്സഭ, രാജ്യസഭ എന്ന് പറയുന്നത് പോലെ അമേരിക്കൻ സെനറ്റിലാണ്. അമേരിക്കൻ സെനറ്റില് 2 സഭകളുണ്ട്. ഒന്ന് സെനറ്റ്, അതാണ് ടോപ്പ് ഹയർ അതോറിറ്റി. അതിന്റെ താഴെയുള്ള ലോവർ അതോറിറ്റിയാണ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, ജനപ്രതിനിധി സഭ. മനസ്സിലായി. അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്, കാലാവധി കുറവാണ്. 435 അംഗങ്ങളാണ് ഇപ്പോഴുള്ളത്. അത് ജനസംഖ്യാനുപാതികമായിട്ട് വർദ്ധിക്കാം. 435 പേരിൽ ഒരാൾക്ക് 2 വർഷമേ കാലാവധി കൊടുക്കുള്ളൂ. അപ്പൊ അതില് 208-നെതിരെ 215 വോട്ട് ചെയ്താണ് ട്രംപിനെതിരെ ഇപ്പൊ പ്രമേയം അവിടെ പാസ്സാക്കപ്പെട്ടിരുന്നത്. അതില് ഏതാണ്ട് 4 പേര് ട്രംപ് അനുകൂലികളായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാര് പ്രതിപക്ഷ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് വോട്ട് ചെയ്തു. ആ വോട്ടിന്റെ പ്രമേയം ഇറാനെതിരെ ഇനി യാതൊരു തരത്തിലുള്ള യുദ്ധത്തിനും പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആ പ്രമേയം. അപ്പൊ വലിയ വാർത്തയാണ്. ഇപ്പൊ അമേരിക്കയിൽ ഇത് വലിയ സംഭവമാകാൻ പോകുന്നില്ല. കാരണം ഈ പ്രമേയം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഉപരിസഭയായ സെനറ്റില് അവിടെ അംഗീകരിക്കപ്പെടണം. സെനറ്റില് 100 പേരേ ഉള്ളൂ. അവർക്ക് ഒരാൾക്ക് 6 വർഷം കാലാവധി ഉള്ളതാണ്. കുറെ കൂടി എന്താ പറയുക, അധികാരമുള്ള ഒരു സഭയാണ്. ആ സഭയില് ഭൂരിപക്ഷം ഉള്ളത് ട്രംപിനാണ്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ 53 പേരുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കരുതും 47 പേര് ഡെമോക്രാറ്റുകളാണോ? അല്ല, ഒരു 2-3 പേരെന്തോ സ്വതന്ത്രന്മാരും ഉണ്ട്. ബാക്കിയുള്ളൂ പ്രതിപക്ഷം. ഇപ്പൊ സ്വതന്ത്രന്മാര് അവർക്ക് പൊതുവെ അവര് ഡെമോക്രാറ്റുകൾക്കൊപ്പം നിന്നാണ് സംസാരിക്കുക. എങ്കിലും മാറാമറിയാൻ നമുക്ക് ഉറപ്പ് പറയാൻ നോക്കത്തില്ല. അപ്പൊ ഈ സെനറ്റിലും ഇനി ഏതെങ്കിലും ഭരണപക്ഷ റിപ്പബ്ലിക്കൻസിന് ട്രംപിനെ അങ്ങ് ഇരുത്തിക്കളയാം എന്ന് കരുതി അവിടെയും ട്രംപിനെതിരെ വോട്ട് ചെയ്താൽ പോലും പ്രസിഡന്റിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് പ്രസിഡന്റിന് വേണമെങ്കിൽ ഇത് വീറ്റോ ചെയ്യാം. മനസ്സിലൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കണേ എന്നും പറഞ്ഞിട്ട് അയാൾക്ക് യുദ്ധം ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ തുടങ്ങും യുദ്ധം. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ ട്രംപിന് മുമ്പോട്ട് പോകാം. അപ്പൊ ഇതില് ഈ വോട്ടെടുപ്പും പ്രമേയം പാസ്സാക്കലും ഒക്കെ ഒരു പൊതുജന മധ്യത്തിൽ ഒരു ചർച്ച ഉയർന്നു വരുന്നതിനപ്പുറം ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സെനറ്റിൽ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ. അതെ, സെനറ്റിൽ വോട്ട് ചെയ്ത് അംഗീകരിക്കപ്പെട്ടാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രസിഡന്റിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് തൽക്കാലത്തേക്ക് ഇപ്പോൾ യുദ്ധം നടക്കുന്നു, രാജ്യസുരക്ഷയാണ് പ്രധാനം, നിങ്ങളുടെ അഭിപ്രായം നോക്കിയിരുന്ന കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കാനായിട്ടുള്ള അധികാരമുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇതൊരു ചർച്ച എന്നതിനപ്പുറം കാര്യമായ പ്രസക്തി അതിലുണ്ടാകും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതില്ല. പിന്നെ നേരത്തെ പറഞ്ഞു തുടങ്ങിയ വിഷയം, നേരത്തെ ട്രംപും നെതന്യാഹുവായിട്ട് ഫോണിൽ സംസാരിച്ചു, തെറി പറഞ്ഞു എന്നൊക്കെയാണ്. ട്രംപ് നല്ല മുറ്റം ചീത്ത വിളിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കാരണം ട്രംപിനെ കൊണ്ട് പെടുത്തിയേക്കുന്ന നെതന്യാഹുവാണ്. അതിനിടയിൽ സമാധാനവും സന്തോഷവും നൽകുന്ന മറ്റൊരു വാർത്ത, ഇതിനിടയിൽ നമ്മുടെ ലെബനനും ഇസ്രയേലുമായിട്ട് സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ലെബനിലുള്ള നമ്മുടെ
ഹിസ്ബുള്ള തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. അവർ തിരിച്ചും ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ഇവിടെ കക്ഷികളായിട്ടിരിക്കുന്ന ഇസ്രായേലും ഹിസ്ബുള്ളയാണെങ്കിലും ചർച്ച നടത്തിയേക്കുന്നത് ലെബനൻ സർക്കാരും ഇസ്രായേലുമായിട്ടാണ്, അമേരിക്കയുടെ മധ്യസ്ഥതയിലും. മനസ്സിലായി. അവിടെ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. ഇനി ചർച്ചകൾ നിങ്ങൾ രണ്ടും തമ്മിലാകണം. മനസ്സിലായി. ലെബനൻ സർക്കാരും ഇസ്രായേലും തമ്മിലാകണം. ഇനി ഈ ലെബനൻ മേഖലയിൽ ഒരു പൈലറ്റ് സോൺ രൂപീകരിക്കും. അവിടെ ലെബനൻ സേനയായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക. അവിടെ ഈ ഭീകരവാദികളെ തീവ്രവാദികളെ അനുവദിക്കില്ല. അങ്ങനെ അവിടെ ഒരു സമാധാനം സ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് ഇവർ ചർച്ച വെച്ചേക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചർച്ചയായിക്കോളൂ എന്ന്. ഇനി ലെബനൻ സർക്കാരിനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഹിസ്ബുള്ള ആക്രമണം നിർത്തിവെക്കണം, അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. എത്രത്തോളം നടപ്പിലായി എന്നറിയില്ല. കാരണം ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് വാർത്ത. ഇസ്രായേലും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഇസ്രായേലും തിരിച്ചു അവിടെ ആക്രമണം നടത്തി. 9 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൽ 2 പേര് ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ചർച്ച, ഒരു വശത്ത് ഇപ്പോഴും സംഘർഷം അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഇറാൻ അമേരിക്ക സംഘർഷവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരലൽ ലൈനിൽ പോകുന്നുണ്ട്. അവിടെ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായല്ലോ, കുവൈറ്റിലെ വിമാനത്താവളത്തിലേക്ക് ആക്രമണം നടത്തിയെന്ന്. അതിപ്പോ ഇസ്രായേൽ അത് നിഷേധിക്കുകയാണ്, ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. അമേരിക്കയുടെ തന്നെ ഏതോ മിസൈൽ ലക്ഷ്യം തെറ്റി അങ്ങോട്ട് വീണതാണെന്നുള്ളതാണ് ഇറാൻ. കുവൈറ്റ് വലിയ കാര്യമായിട്ട് വലിയ വിഷയമാണ്. അവിടെ വലിയ ഒരു എന്താ പറയുക സുരക്ഷാ ആശങ്ക, അവിടെയുള്ള പലരും നാട് വിടുന്ന ഒരു അവസ്ഥയെത്തി, വിമാനത്താവളങ്ങൾ അടച്ചിടുന്ന അവസ്ഥയൊക്കെ വന്നു. അപ്പൊ ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പൊ ഇനി ആ യുദ്ധം ഏത് രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാര്യം സമാധാന ചർച്ച അലസിപ്പിരിഞ്ഞു. രണ്ടുപേരും ഉറച്ച നിലപാടുകളിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ ഈ ലെബനനിലേക്ക് കയറി ഇസ്രായേൽ അടിച്ചത് ഒരു വലിയ വിഷയമായിട്ടാണ്. അത് നേരത്തെ മുതലുള്ളതാണ്. കാര്യം സമാന്തരമായി നടന്നിരുന്ന 2 സംഘർഷങ്ങളാണ്. അതുപോലെ ലെബനന്റെ പട്ടാളം തന്നെ ഇല്ല, അവിടെ വേറെ ഹിസ്ബുള്ള എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ഒരു വിമത സേന അല്ലെങ്കിൽ തീവ്രവാദി സംഘടന, അവർക്കുള്ള അർത്ഥവും ആയുധവും കൊടുക്കുന്നത് ഇറാനാണ്. അപ്പോ ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ ഇറാന് നോവും. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയെ കയറി ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇതാണ് സംഭവം. പക്ഷെ ഏതായാലും ഇറാനും അമേരിക്കയുമായിട്ട് നടന്ന മധ്യസ്ഥ ചർച്ച പാളിയ സ്ഥിതിക്ക് ഇനി ട്രംപ് അടങ്ങിയിരിക്കുമെന്നുള്ള ചിന്ത തൽക്കാലം വേണ്ട. സംഘർഷം രൂക്ഷമാകും. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. പ്രധാന ഉപാധികൾ 2 കൂട്ടരും വെച്ച് നീട്ടിയിരുന്നു. ഇറാൻ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ തടഞ്ഞു വെച്ചിരിക്കുന്ന അസറ്റുകളെല്ലാം നിങ്ങൾ ഇത് ചെയ്യണം, വിട്ടുതരണം. നിങ്ങൾ പടം പിടിച്ചു വെച്ചേക്കുന്നതൊക്കെ വിട്ടുതരണം. ഞങ്ങൾക്കുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണം. ഹോർമൂസ് കടലെടുക്ക് നിയന്ത്രണം അത് ഞങ്ങളുടെ സർവാധികാരം അംഗീകരിച്ചു തരണം എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ആവശ്യം. അമേരിക്ക പറഞ്ഞത് നിങ്ങളുടെ ആണവ ഇന്ധനം ഒന്നുകിൽ അത് നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് വിട്ടുതരണം. അതെ, യുറേനിയം ഒന്നെങ്കിൽ നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയുന്ന രാജ്യത്തിലേക്ക് നിങ്ങൾ മാറ്റണം. അതല്ല, അത് ഇറാനാണ് പറഞ്ഞത്. ഇറാൻ പറഞ്ഞ് ഞങ്ങൾക്ക് വേണമെങ്കിൽ റഷ്യക്ക് കൊടുക്കാം, വേറെ ആർക്കും കൊടുക്കില്ല. അത് അമേരിക്കയോട്ട് അംഗീകരിക്കുന്നുമില്ല. പിന്നെ ഇവര് നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു. ഇറാൻ ഇതുവരെ നടന്ന യുദ്ധത്തിന് നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു. അത് ആ കാര്യത്തിലും യാതൊരു തീരുമാനവുമില്ല. ഇനി ഈ മധ്യസ്ഥ ചർച്ച നടക്കുന്നു, വെടിനിർത്തൽ കരാർ ലംഘിച്ചു, ഇനി യാതൊരു തരത്തിലുള്ള സംഘർഷവും ഉണ്ടാകാൻ പാടില്ല, ഹോർമൂസ് പൂർവ്വസ്ഥിതിയിലാകണം എന്നൊക്കെയായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷെ അക്കാര്യത്തിലൊന്നും ധാരണയായിട്ടില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിലപേശൽ ശക്തിയായിട്ട് ഇപ്പോൾ അവർ മാറിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ മാത്രമല്ല ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത്, ലോകത്തെമ്പാട് ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്നുണ്ട്. അമേരിക്ക വലിയൊരു അന്താരാഷ്ട്ര സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇറാനുണ്ട്. അതുകൊണ്ട് അവർ പരമാവധി ഒരു വിലപേശൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു നാണക്കേടിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ട്രംപ്. സ്വന്തം നാട്ടിൽ ഇപ്പോൾ പേരിനെങ്കിലും അങ്ങനെ ഒരു ചർച്ച അവിടെ ഉയർന്നു വരുന്നു. ഈ യുദ്ധം ഇനി തുടരാനാവില്ല എന്നുള്ളത്. ട്രംപിന്റെ മേൽ അദ്ദേഹത്തിന്റെ സൗഹൃദ രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും വലിയ എതിർപ്പ് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ച് നാണം കെട്ടിട്ടാണെങ്കിൽ പോലും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനു മുമ്പ് ട്രംപ് തനിക്ക് ചെയ്യാവുന്ന പരമാവധി അവിടെ നശിപ്പ് ഉണ്ടാക്കിയിട്ടേ അവിടുന്ന് പിന്മാറും. കൂട്ടത്തിൽ ഇസ്രായേലിനെ നിയന്ത്രിച്ച് നിർത്തുക കൂടെ വേണ്ടി വരും. അതെ.